Watch full episodes on Jio Hotstar. സൈഫിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം അത് ഞാനിപ്പോ കാണിക്കാം. സയൻസിന്റെ ഒരു പുതിയ അത്ഭുതം. ഇതാണ് എന്റെ ഷെന്ന റോബർട്ട്. അത് ഏത് ജോലി വേണമെങ്കിലും ചെയ്യും. ഇന്ന് പീറ്റർ, പിന്നെ റിപ്പീറ്റർ ഇതിനെ ഇൻസ്പെക്ട് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പൊ അവരിത് കണ്ടിട്ട് വായ് പൊളിച്ച് നിൽക്കും. പീറ്ററോ റിപ്പീറ്റർ ഇവിടെ എത്തുന്നതിന് മുമ്പ് ആ റോബോട്ടെ ഞാൻ തന്നെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്താലോടാ. നീ ആലോചിച്ചിട്ടിരിക്കടാ ഗോപു, ഞാൻ അതിന് മുമ്പ് ഇൻസ്പെക്ഷൻ ചെയ്ത് തീർക്കും. ആദ്യം ഞാൻ അകത്തേക്ക് പോണ്ടത്. അതിന് ഞാൻ ആദ്യം കടന്നു കയറിയല്ലോ. ഈ മാധവൻ വലിയൊരു തലവേദനയായി തീർന്നിരിക്കുകയാണ്. തലവേദന എന്ന് പറഞ്ഞപ്പോഴാ ഓർത്തതേ. മിസ്റ്റർ റോബോട്ട്, എന്റെ തലയ്ക്ക് അല്പം മസാജ് ചെയ്ത് തരാമോ? പ്ലീസ് പ്ലീസ്. മസാജ് ബോർഡ് ആക്ടിവേഷൻ ആയിരിക്കുന്നു. എത്ര നന്നായാ മസാജ് ചെയ്യുന്നത്. അടിപൊളി മസാജ്. മതി, ഇതൊരല്പം കൂടിപ്പോയി. ഇപ്പൊ തന്നെ മാധവനെ ഞാനൊരു വഴിയാക്കുന്നുണ്ട്. ആരെങ്കിലും റോബോട്ട് നിർത്തടാ. ഇവൻ എന്നെ പിഴിഞ്ഞ് ജ്യൂസ് എടുക്കാതെ വിടില്ലെന്നാ തോന്നുന്നത്. ഞാൻ നിന്നെ രക്ഷിക്കും. നോട്ട് സോ ഫാറ്റ്. അതിനു മുമ്പ് നീ എന്നോട് ഏറ്റുമുട്ടേണ്ടി വരും. അതിൽ നിന്ന് പുക വരുന്നുണ്ടല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇനി നമ്മുടെ കാര്യം പോക്കാണ്. മാധവ്, നീ കാരണം ഈ റോബോട്ട് ഇപ്പൊ ഡാമേജ് ആയത്. നീ ആ റോബോട്ടിന്റെ സ്പീഡ് കൂട്ടിയത്. നീ കാരണം ഈ റോബോട്ട് ഡാമേജ് ആയത്. നീ കാരണമാണ്. ലക്കി പറയുന്നതേ സൈഫേഡ് സാറും പീറ്ററും റിപ്പീറ്റർ സാറും കൂടി ലാബിലേക്ക് വരുന്നുണ്ടെന്നാണ്. എന്ത്? നമ്മളെ റോബോട്ട് ഡാമേജ് ആക്കിയ കാര്യം പുള്ളിക്കാരൻ അറിഞ്ഞാ നമ്മളൊരു വഴിക്കാക്കും. ഐഡിയ, നമ്മളിൽ ആരെങ്കിലും ഒരാൾ റോബോട്ടിന്റെ അകത്ത് പോയി എന്നിട്ട് റോബോട്ടിനെ പോലെ ബിഹേവ് ചെയ്താൽ മതിയെന്നേ. പക്ഷെ ആരാകത്തേക്ക് പോകുന്നത്? ബാബ, ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അക്കട് പക്കട് ചെയ്ത് തീരുമാനിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അക്കട് പക്കട് ബംബേ 80, 90, ടോട്ടലി 100 ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. കള്ളൻ എസ്കേപ്പ് ആവാതെ നോക്കാൻ വേണം. കള്ളനെ പിടിക്കാൻ പോലീസാണ് പുറകെ ഓടുന്നത്. പോലീസിന്റെ പുറകെ ഡോഗി ഓടുന്നു. അപ്പൊ എല്ലാം ശരിയാണ്. അപ്പൊ റൂൾസ് വെച്ച് നോക്കുമ്പോൾ ഞാനിത് പ്രസന്റ് ചെയ്യുന്നു. സാമ്പാർ റോബർട്ട്. നിങ്ങൾക്ക് ഇവിടെ എന്താ ചെയ്യുന്നേ? സാറല്ലേ ഞങ്ങളോട് ഈ റോബോനെ സൂക്ഷിച്ച് നോക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞിരുന്നോ? അതെ അതെ സാർ, ഞങ്ങൾ തന്നെയാ പറഞ്ഞത്. അങ്ങനെ നീ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു കാണും. റൈറ്റ്. പക്ഷേ എന്റെ റോബോട്ടിന്റെ ഷേപ്പ് ഒരല്പം മാറിയ പോലെ തോന്നുന്നുണ്ടല്ലോ. സാർ റോബോട്ടിനകത്ത് എന്തുമാത്രം ഫീച്ചേഴ്സ് ആണ് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സാറിന് റോബോട്ടിന്റെ ഷേപ്പ് അല്പം മാറിയത് പോലെ തോന്നുന്നത്. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഈ റോബോട്ടിലുള്ളത്? അതെ, ഈ റോബോട്ടിൽ ഇക്കാലത്ത് മനുഷ്യർ പഠിത്തമൊക്കെ നിർത്തിയിരിക്കുക. കൊള്ളാം. ഇനി റോബോട്ടെങ്കിലും എന്തെങ്കിലും പഠിക്കട്ടെ. അതൊരു സൂപ്പർ ഐഡിയ. അതെ, ഇനി റോബോട്ടെങ്കിലും എന്തെങ്കിലും പഠിക്കട്ടെ. ശരി, ഓക്കെ, ഇതൊന്ന് വായിച്ച് കാണിച്ചേ.
എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാർ അതിപ്പോ കോഡ് ലാംഗ്വേജിലാ പറയുന്നത്. പക്ഷെ ശത്രു കേട്ടാലും ആർക്കും അത് മനസ്സിലാകില്ല. കോഡ് ലാംഗ്വേജോ? കോഡ് ലാംഗ്വേജോ? അക്കാര്യം എനിക്ക് പോലും അറിയില്ലല്ലോ. സാർ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് ചെറിയ കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് മറന്നു പോവുകയാണോ ഇങ്ങനെ? നിങ്ങൾ തന്നെയല്ലേ ഈ കോഡ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്? ഞാൻ ഡെവലപ്പ് ചെയ്തെന്നോ? ഒരു പക്ഷെ നീ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തു കാണുമായിരിക്കും. മേ ബി. പക്ഷെ ഈ കോഡ് ലാംഗ്വേജിനെ ഡീകോഡ് ചെയ്യുന്ന ആരാണ്? സർ, ഈ റോബോട്ട് പറയുന്നത് ഇന്ത്യ ടു ലോഞ്ച് അനദർ റോക്കറ്റ് ടു ദ മൂൺ. ഇത് കൊള്ളാലോ, ശരിക്കും അടിപൊളിയായിട്ടുണ്ടല്ലോ. റോബോട്ട് നല്ലപോലെ വായിക്കുന്നുണ്ടല്ലോ. പക്ഷെ പറയുന്നതാരും ആർക്കും മനസ്സിലാകത്തുമില്ല. ഇതിന്റെ ഈ കോഡ് ലാംഗ്വേജ് ഞാൻ കൂടി പഠിപ്പിച്ചു തരണം കേട്ടോ. പിന്നെ എന്നെ കൂടി ഇത് പഠിപ്പിക്കണേ, അല്ല ഓർമ്മിപ്പിക്കണേ എന്ന് പറഞ്ഞതാ. പിന്നെ ഈ റോബോട്ട് എന്തൊക്കെ ജോലിയാണ് ചെയ്യുന്നത്? അതെ, ഏതൊരു ടാർഗറ്റിലും പെർഫെക്റ്റ് ആയിട്ട് ഉന്നം വെച്ച് ആക്രമിക്കും. ഞാനിപ്പോ ഒരു ഡെമോ കാണിച്ചു തരാം. റോബോട്ട്സ്, ഈ കാണുന്ന ടാഗ് ബോർഡില് എക്സാക്ട്ലി സെന്റർ പോയിന്റിൽ ഷൂട്ട് ചെയ്യ്. ഓ നോ, ലക്കിയുടെ ഉന്നെന്ന് പറയുന്നത് വളരെ മോശമാണ്. വളരെ വളരെ മോശം. അവൻ തൊട്ടടുത്തുള്ള മരത്തിന്റെ നേർക്ക് കല്ല് വലിച്ചെറിഞ്ഞാലുണ്ടല്ലോ, അത് അയൽവക്കത്തെ വീട്ടിലെ ജനലിന്റെ കണ്ണാട പൊട്ടിച്ച് കളയും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഐഡിയ. മാധവ, നീ എന്താണ് ഈ ചെയ്യുന്നത്? സാർ ഞാൻ ഈ ഡാർക്ക് ബോർഡ് പിടിച്ചോണ്ടിരിക്കാം സാർ. ഓക്കെ, ഒരു പക്ഷേ ഡാട്ട് നിനക്ക് കൊണ്ടാലോ? അപ്പോൾ സാർ ഞാനൊരു കാര്യം പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മുടെ റോബോട്ട് മേലെ എന്തുമാത്രം വിശ്വാസമുണ്ടെന്ന് കാണിക്കാനാ. അവന്റെ ഉന്നം ഒരിക്കലും പിഴക്കില്ല, ടാർഗറ്റ് ചെയ്തടിക്കും. ഒരു കാര്യം ഓർത്തോളൂ, ടാർഗറ്റ് സെൻട്രൽ പോയിന്റ് കൊണ്ടില്ലെങ്കിൽ ഞാൻ ഈ സ്കൂള് അടച്ചുപൂട്ട് പറഞ്ഞേക്കാം. അതൊന്നും നടക്കില്ല സാറേ. ഞാൻ ഈ മാഗ്നറ്റിക് ഡാർക്ക് ബോർഡിന്റെ പുറകിൽ ഒട്ടിക്കാൻ പോവുകയാണ്. പിന്നെ ലക്കിയുടെ ഉന്നം ഒരിക്കലും പിഴക്കില്ല. അത് സെൻട്രൽ പോയിന്റ് കൊണ്ടിട്ടില്ല. ഞാൻ ഇപ്പൊ തന്നെ ഈ സ്കൂൾ അടച്ചുപൂട്ടും. ഡാട്ട് ഇപ്പോൾ സെൻട്രൽ പോയിന്റിൽ തന്നെ ഉണ്ട്. ഇതെങ്ങനെയാ സംഭവിച്ചത്? ഇതൊന്നും വലിയ കാര്യമല്ലല്ലേ. ഇപ്പൊ നോക്കിക്കോ, ഈ റോബോട്ട് മൂവിംഗ് ടാർഗറ്റിൽ ഷൂട്ട് ചെയ്യുന്നതാണ്. മാധവ, നീ ആ ഡാർട്ട് ബോർഡ് എടുത്തുകൊണ്ട് ഈ ലാബിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ റോബോട്ട് ടാർഗറ്റിൽ ഷൂട്ട് ചെയ്യും. പക്ഷേ സാറേ, സാറും സാമ്പാറൊന്നുമില്ല. എനിക്ക് എന്റെ റോബോട്ടിന് മേലെ ഒരുപാട് വിശ്വാസമുണ്ട്. പക്ഷെ എനിക്ക് ലക്കിയുടെ മേൽ ഒട്ടും വിശ്വാസമില്ല. ഇങ്ങോട്ട് റോബോട്ട്, ഞാൻ എവിടെയുണ്ട്? എന്റെ അടുത്തേക്ക് കൊണ്ടുവരരുത്. മാർദിക്കേ, ദൂരേക്ക് മാർദിക്കേ. ആ ഇവിടെ 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 എന്റെ അടുത്തേക്ക് വരണ്ട, മാറി നിൽക്കാനാ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞങ്ങളുടെ ഈ റോബോട്ട് ടാർഗറ്റ് എത്രയാണെന്ന് മനസ്സിലായല്ലോ. ഹൗ അക്യൂറേറ്റഡ്. എത്ര നല്ല കാര്യ. പറഞ്ഞ പോലെ ഡോട്ട് കറക്റ്റ് ടാർഗറ്റ് വന്ന് എനിക്ക് വിളിക്കണം. ശരിക്കും ഒരുപാട് ഒരുപാട് സന്തോഷമായി. അതെ, വി ആർ റിയലി ഇംപ്രസ്ഡ്. ദാ ഇത് പിടിച്ചോളൂ. 5 സ്റ്റാർ സർട്ടിഫിക്കറ്റ്. നിങ്ങളുടെ ഈ റോബോ കണ്ടിട്ട് ഞാൻ വളരെയധികം ഇംപ്രസ്ഡ് ആയിട്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ സ്കൂളിന് 5 സ്റ്റാർ സർട്ടിഫിക്കറ്റ് തരികയാണ്. അടിപൊളി. പക്ഷേ ഞങ്ങൾ ഈ റോബോട്ടിനെ ഞങ്ങൾക്കൊപ്പം സിറ്റി സയൻസ് എക്സിബിഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ലോകത്തിലുള്ള എല്ലാവരും ഇത് കണ്ട് രസിക്കട്ടെ. ഇത് എന്തുമാത്രം സ്പെഷ്യൽ റോബോട്ടാണെന്ന് കണ്ട് മനസ്സിലാക്കി. എന്ത് അവര് റോബോട്ട് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ ലക്കി അതിന്റെ കൂടെ കൊണ്ടുപോകുന്നതാണ് അതിന്റെ അർത്ഥം. എന്താ റോബോട്ട് ഡാമേജ് ആയി പോയോ? അങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഈ സ്കൂൾ അടച്ചുപൂട്ടും. സാർ ഒന്ന് നിൽക്കണം. ഈ റോബോട്ട് ഡാമേജ് ഒന്നും ആയിട്ടില്ല. അത് സന്തോഷം കൊണ്ട് ഡാൻസ് കളിക്കുകയാണ്. ദോഷം കൊണ്ട് ഡാൻസ് കളിക്കുന്നോ? നീ പറഞ്ഞതിന്റെ അർത്ഥം ഈ റോബോട്ടിന് ഇമോഷൻസും ഉണ്ടോ? സൈഫൈ സാർ ഈ റോബോട്ടിന് ഇമോഷൻ നൽകിയിട്ടുണ്ട്. ഞാൻ റോബോട്ട് ഇമോഷൻസ് ഫീഡ് ചെയ്തെന്നോ? ഷേടാ, ആ കാര്യം എനിക്ക് പോലും അറിയില്ലല്ലോ. സാർ അഗൈൻ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് സാർ എന്താ ചെറിയ ചെറിയ കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ടോ സാർ? ഈ റോബോട്ട് ഒരു മനുഷ്യനെ പോലെ മാറ്റാൻ വേണ്ടിയിട്ട് സാറല്ലേ ഇതിനകത്ത് എമോഷൻസ് ഇൻസേർട്ട് ചെയ്തത് സാർ? അല്ലേ അല്ലേ?
അങ്ങനെ ഇപ്പൊ നീ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ഞാനത് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇമോഷൻസ് ഫീഡ് ചെയ്തിട്ടുണ്ടാകും. മേ ബി. സാർ റോബോട്ടിലല്ല സാറേ, നമ്മളെ പോലുള്ള മനുഷ്യർക്കും ചില എമോഷൻസ് ഒക്കെ ഇല്ലേ? അപ്പൊ നമ്മൾ റോബോട്ടിന്റെ സന്തോഷത്തിലും പങ്കെടുക്കണം സാർ. റോബോട്ടിനെ കൂടെ ചേർന്ന് നമ്മൾ എല്ലാവരും ഡാൻസ് കളിക്കണം. അപ്പോ നമുക്ക് ഈ റോബോട്ടിനെ എക്സിബിഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അല്ലേ? കൊണ്ടുപോകാൻ പറ്റുമോ? കറക്റ്റ്, എല്ലാരും ചേർന്ന് ഡാൻസ് കളിക്ക്. ലക്കി റോബോട്ടിന് പുറത്തിറങ്ങാനായിട്ട് റോബോട്ടിന്റെ ബാക്കിലെ ഡോർ ഓപ്പൺ ചെയ്യ്. അതിന്റെ കീ സൈപ്പർ സാറിന്റെ ലാബ് കോട്ടിന്റെ പോക്കറ്റാണുള്ളത്. നീ ഇപ്പൊ എങ്ങനെയെങ്കിലും സൈഫൈ സാറിന്റെ അടുത്ത് ആ ചാവി അടിച്ചു മാറ്റണം. സാറേ, നിങ്ങളും ഡാൻസ് കളിക്ക്. റോബോട്ടിന് സന്തോഷമെന്ന് ആഘോഷിക്ക്. അങ്ങനെ ഒരുവിധം ലക്കി പുറത്തിറങ്ങി. പക്ഷെ ലക്കി ഇല്ലാതെ ഈ റോബോട്ട് എന്ന് പറയുന്നത് വെറും സ്ക്രാപ്പാണ്. പീറ്റർ റിപ്പീറ്റർ ഇത് കൊണ്ടുപോയാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുന്നത്? ലക്കി, നിന്റെ ലോലിപോപ്പ് എവിടെ പോയടാ? എന്നെ ലോലിപോപ്പ് എനിക്ക് തിരിച്ചു താ റോബോ. താങ്ക് യു സൈഫൈ സാർ. അരെ വാ വാ വാ, ഈ റോബോട്ട് തയ്യാറായിക്കൊണ്ട് ഞാനിപ്പോ ഫേമസ് ആയി കഴിഞ്ഞു. കണ്ടില്ലേ, നമ്മുടെ ലക്കി കാരണം റോബോട്ട് വീണ്ടും ആക്ടിവേറ്റ് ആയിരിക്കുകയാണ്. എടാ, നിന്റെ ലക്കി റോബോട്ടിനെ പുറത്തിറക്കിയത് എന്റെ കോപ്പമല്ലടാ. പറയടാ. Watch India's largest kids library only on Jio Hotstar. Download the app now.